25/4/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ യുഗം തന്നെയാണ് ഗീത എപ്പിസോഡ്. ഇതിൽ തന്നെയാണ് നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് ഉത്തമ പുരുഷൻ, അതായത് ദേവത ആകേണ്ടത്. ചോദ്യം: ഏതൊരു കാര്യത്തിൻ്റെ ശ്രദ്ധ സദാ ഉണ്ടായിരിക്കുമെങ്കിൽ തോണി അക്കരെ എത്തും? ഉത്തരം: നമുക്ക് ഈശ്വരീയ കൂട്ടുകെട്ടിലിരിക്കണം എന്ന ശ്രദ്ധ സദാ ഉണ്ടായിരുന്നാലും തോണി അക്കരെ എത്തും. അഥവാ സംഘദോഷത്തിൽ വന്നുവെങ്കിൽ, സംശയം വന്നുവെങ്കിൽ തോണി വിഷയസാഗരത്തിൽ മുങ്ങിപ്പോകും. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നോ അതിൽ കുട്ടികൾക്ക് അല്പം പോലും സംശയം വരാൻ പാടില്ല. ബാബ കുട്ടികളായ നിങ്ങളെ തനിക്ക് സമാനം പവിത്രവും നോളജ്ഫുള്ളും ആക്കുവാനായി വന്നിരിക്കുന്നു. ബാബയുടെ കൂട്ടുകെട്ടിൽ തന്നെ ഇരിക്കണം. ഓം ശാന്തി. ഭഗവാൻ വാച. കുട്ടികൾ അറിയുന്നുണ്ട്, ബാബ 5000 വർഷം മുമ്പ് മനസ്സിലാക്കിച്ചു തന്നിരുന്ന അതേ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കറിയാം, ലോകത്തിന് അറിയില്ല. അപ്പോൾ പിന്നെ ചോദിക്കണം, ഗീതയുടെ ഭഗവാൻ എപ്പോൾ വന്നു? ഭഗവാൻ പറയുന്നു, ഞാൻ രാജയോഗം പഠിപ്പിച്ച് നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ആ ഗീത എപ്പിസോഡ് എപ്പോഴാണ് നടന്നത്? ഇത് ചോദിക്കണം. ഈ കാര്യം ആരും അറിയുന്നില്ല. നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഗീതയുടെ എപ്പിസോഡ് നടക്കേണ്ടതും കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും മധ്യത്തിലാണ്. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ തന്നെയായിരിക്കും വരുന്നത്. പുരുഷോത്തമ സംഗമയുഗം തീർച്ചയായും ഉണ്ട്. പുരുഷോത്തമ വർഷം എന്ന് പാടുന്നു, പക്ഷേ പാപങ്ങൾക്കറിയില്ല. മധുരമധുരമായ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഉത്തമ പുരുഷൻ ആക്കുന്നതിനായി അഥവാ മനുഷ്യനെ ഉത്തമ ദേവതയാക്കുന്നതിനായി ബാബ വന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യരിൽ ഉത്തമ പുരുഷൻ ഈ ദേവതമാരാണ്, അഥവാ ലക്ഷ്മി നാരായണനാണ്. മനുഷ്യരെ ദേവതയാക്കിയത് ഈ സംഗമയുഗത്തിലാണ്. ദേവതമാർ തീർച്ചയായും സത്യയുഗത്തിൽ തന്നെയായിരിക്കും ഉള്ളത്. ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. ഇത് ഉറച്ച രീതിയിൽ ഓർമ്മിക്കണം. അല്ലാത്ത പക്ഷം സ്വന്തം കുലം ഒരിക്കലും ആരും മറക്കാറില്ല. എന്നാൽ ഇവിടെ മായ മറപ്പിക്കുന്നു. നമ്മൾ ബ്രാഹ്മണ കുലത്തിലേതാണ്, പിന്നെ ദേവതാ കുലത്തിലേതാകുന്നു. അഥവാ ഇത് ഓർമ്മ ഉണ്ടായിരിക്കുമെങ്കിൽ വളരെ സന്തോഷമുണ്ടായിരുന്നേനെ. നിങ്ങൾ രാജയോഗം പഠിക്കുന്നു, മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ വീണ്ടും ഭഗവാൻ ഗീതയുടെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രാചീന യോഗവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത് ആകുന്നു. പവിത്രതയുടെ കാര്യത്തിന്മേൽ എത്ര ആർഗ്യൂ ചെയ്യുന്നു. മനുഷ്യരെ സംബന്ധിച്ച് വികാരം ഒരു ഖജനാവ് പോലെയാണ്. ലൗകിക പിതാവിൽ നിന്നും ഈ സമ്പത്ത് ലഭിച്ചിരിക്കുകയാണ്. ബാലകൻ ആകുമ്പോൾ ആദ്യം പിതാവിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കുന്നു. വിവാഹമാകുന്ന നശിച്ചു പോകൽ ചെയ്യിക്കുന്നു. പരിധിയില്ലാത്ത ബാബു പറയുന്നു, കാമം മഹാശത്രുവാണ്. അപ്പോൾ തീർച്ചയായും കാമത്തെ ജയിക്കുന്നതിലൂടെയാണ് ജഗത് ജീത്ത് ആകുന്നത്. ബാബ തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. വളരെ വലിയ മഹാഭാരത യുദ്ധവുമുണ്ട്. നമ്മളും ഇവിടെ തീർച്ചയായും ഉണ്ട്. എല്ലാവരും ഒറ്റയടിക്ക് കാമത്തിൻ്റെ മേൽ ജയം നേടുന്നു എന്നുമല്ല. ഓരോ കാര്യത്തിനും സമയമെടുക്കുന്നു. മുഖ്യമായ കാര്യം, കുട്ടികൾ ഇതെഴുതുന്നു, ബാബ നമ്മൾ വിഷയവൈതരണി നദിയിൽ വീണുപോയി. അപ്പോൾ തീർച്ചയായും ഒരു ഓർഡിനൻസ് ഉണ്ട്. ബാബയുടെ ആജ്ഞയാണ്, കാമത്തെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. ജഗത് ജീത്തായ ശേഷം പിന്നെ വികാരത്തിൽ പോകുന്നുണ്ടാകും എന്നല്ല. ജഗത് ജീത്ത് ഈ ലക്ഷ്മി നാരായണനാണ്. ഇവരെ പറയുന്നത് സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. ദേവതമാരെ എല്ലാവരും നിർവികാരി എന്ന് പറയുന്നു. അതിനെ നിങ്ങൾ രാമരാജ്യം എന്ന് പറയുന്നു. അത് വൈസ്ലെസ് വേൾഡാണ്.
ഇത് വിഷ്യസ് വേൾഡാണ്, അപവിത്ര ഗൃഹസ്ഥ ആശ്രമമാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ പവിത്ര ഗൃഹസ്ഥ ആശ്രമത്തിലേതായിരുന്നു. ഇപ്പോൾ 84 ജന്മം എടുത്തെടുത്ത് അപവിത്രം ആയിരിക്കുന്നു. 84 ജന്മങ്ങളുടെ തന്നെ കഥയാണ്. പുതിയ ലോകം തീർച്ചയായും ഇങ്ങനെ വൈസ്ലെസ് ആയിരിക്കണം. ഭഗവാൻ പവിത്രതയുടെ സാഗരമാണ്. ആ ഒന്ന് സ്ഥാപന ചെയ്യുന്നു. പിന്നെ രാവണ രാജ്യവും തീർച്ചയായും വരേണ്ടതുണ്ട്. നാമം തന്നെ രാമരാജ്യമെന്നും രാവണ രാജ്യമെന്നും ആണ്. രാവണ രാജ്യം എന്നാൽ തന്നെ ആസുരീയ രാജ്യം എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ആസുരീയ രാജ്യത്തിൽ ഇരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണൻ ദൈവിക രാജ്യത്തിൻ്റെ അടയാളമാണ്. കുട്ടികളായ നിങ്ങൾ പ്രഭാത ഭേരിക്കും മറ്റും ഇറങ്ങുന്നു. പ്രഭാതം എന്ന് രാവിലെയുള്ള സമയത്തെ പറയുന്നു. ആ സമയത്ത് മനുഷ്യർ ഉറങ്ങുകയായിരിക്കും. അതിനാൽ വൈകി ഇറങ്ങുന്നു. എക്സിബിഷനും നല്ലതായിരിക്കുന്നത് അവിടെ സെൻറ്ററും ഉണ്ടായിരിക്കുമ്പോഴാണ്. അവിടെ വന്ന് മനസ്സിലാക്കട്ടെ, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ ജഗത് ജീത്താകും. ലക്ഷ്മി നാരായണൻ്റെ ചിത്രം കൂടെ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ് ട്രാൻസ്ലൈറ്റിൻ്റേത്. ഇത് ഒരിക്കലും മറക്കരുത്. ഒന്ന് ഈ ചിത്രം, പിന്നെ ഏണിപ്പടി. ട്രക്കിൽ ദേവിമാരെ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ ഈ 2-3 ട്രക്ക് അലങ്കരിച്ച് അതിൽ മുഖ്യ ചിത്രങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായി തോന്നും. ദിനം പ്രതിദിനം ചിത്രങ്ങളുടെയും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ജ്ഞാനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെയും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ദരിദ്രരും ധനികരും എല്ലാം വരുന്നു. ശിവബാബയുടെ ഭണ്ഡാര നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് ഭണ്ഡാര നിറയ്ക്കുന്നു അവർക്ക് അവിടെ റിട്ടേണായി പല മടങ്ങ് ലഭിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ പദമാപദം പതി ആകുന്നവരാണ്, അതും 21 ജന്മത്തേക്ക്. ബാബ സ്വയം പറയുന്നു, നിങ്ങൾ ജഗത്തിൻ്റെ അധികാരിയായി മാറും 21 തലമുറ. ഞാൻ സ്വയം ഡയറക്റ്റായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഉള്ളം കയ്യിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. ഏതുപോലെ കുട്ടി ജനിക്കുമ്പോൾ പിതാവിൻ്റെ സമ്പത്ത് അതിൻ്റെ ഉള്ളം കയ്യിൽ തന്നെയാണ്. പിതാവ് പറയും, ഈ കുടുംബവും മറ്റുമെല്ലാം നിൻ്റേതാണ്. പരിധിയില്ലാത്ത പിതാവും പറയുന്നു, നിങ്ങൾ എൻ്റേതാകുമ്പോൾ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നിങ്ങൾക്കുള്ളതാണ് 21 തലമുറകളിലേക്ക്. കാരണം നിങ്ങൾ കാലൻ്റെ മേൽ ജയം നേടുന്നു. അതിനാൽ ബാബയെ മഹാകാലൻ എന്ന് പറയുന്നു. മഹാകാലൻ കൊല്ലുന്നവനൊന്നുമല്ല, ആ ഒന്നിൻ്റെ മഹിമ ചെയ്യപ്പെടുന്നു. ഭഗവാൻ യമദൂതനെ അയച്ചു ആവശ്യപ്പെട്ടതായി മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലനാകുന്നു. ഗിരിവർഗക്കാർ മഹാകാലനെയും വളരെയധികം മാനിക്കുന്നു. മഹാകാലൻ്റെ ക്ഷേത്രവുമുണ്ട്. ഇങ്ങനെയുള്ള ബാനറുകൾ സ്ഥാപിക്കുന്നു. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. റൈറ്റായ കാര്യമാണ് എന്നത് മനസ്സിലാക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മം ഭസ്മമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചാരണം നടത്തേണ്ടത് ആവശ്യമാണ്. കുംഭമേള തുടങ്ങിയവ വളരെയധികം നടത്തുന്നു. സ്നാനം ചെയ്യുന്നതിന് വളരെയധികം മഹത്വം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ ജ്ഞാന അമൃതം 5000 വർഷത്തിനു ശേഷം ലഭിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിന് അമൃത് എന്ന പേരില്ല, ഇത് പഠനമാണ്. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ നാമമാണ്. അമൃത് എന്ന നാമം കേട്ട് ചിത്രങ്ങളിൽ ജലം കാണിച്ചിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. പഠനത്തിലൂടെ തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. അതും ഞാൻ പഠിപ്പിക്കുന്നു. ഭഗവാന് ഇങ്ങനെയുള്ള അലങ്കൃതമായ രൂപമൊന്നുമില്ല. ഇത് ബാബ ഇദ്ദേഹത്തിൽ വന്ന് പഠിപ്പിക്കുന്നു. പഠിപ്പിച്ച് ആത്മാക്കളെ തനിക്ക് സമാനം ആക്കുന്നു. സ്വയം ലക്ഷ്മി നാരായണൻ തനിക്ക് സമാനം ആക്കുകയൊന്നുമില്ല. ആത്മാവ് പഠിക്കുന്നു, അതിനെ തനിക്ക് സമാനം നോളജ്ഫുൾ ആക്കുന്നു. ഭഗവാനും ഭഗവതിയും ആക്കുന്നു എന്നൊന്നുമല്ല.
അവർ ശ്രീകൃഷ്ണനെ കാണിച്ചിരിക്കുന്നു. കൃഷ്ണൻ എങ്ങനെയാണ് പഠിപ്പിക്കുക? സത്യയുഗത്തിൽ പതീതരൊന്നും ഉണ്ടായിരിക്കില്ല. ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുന്നത് തന്നെ സത്യയുഗത്തിലാണ്. പിന്നീട് ഒരിക്കലും ശ്രീകൃഷ്ണനെ നിങ്ങൾ കാണില്ല. ഡ്രാമയിൽ ഓരോരുത്തരുടെയും പുനർജന്മത്തിൻ്റെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. പ്രകൃത്യാ ഉള്ള ഡ്രാമയാണ് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത്. ബാബയും പറയുന്നു, നിങ്ങൾ കൃത്യമായി ഇതേ ഫീച്ചേഴ്സിൽ, ഇതേ വസ്ത്രത്തിൽ കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. കൃത്യമായി റിപ്പീറ്റ് ആകുന്നുവല്ലോ. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്ന് കഴിഞ്ഞ കൽപ്പത്തിൽ എടുത്തിരുന്നത് തന്നെ എടുക്കുന്നു. ഡ്രാമയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുക സാധ്യമല്ല. ആ നടക്കുന്നത് പരിധിയുള്ള കാര്യങ്ങളാണ്. ഇത് പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. അത് പരിധിയില്ലാത്ത ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇതിൽ ഒരു സംശയവും ഉണ്ടാവുക സാധ്യമല്ല. നിശ്ചയബുദ്ധിയായ ശേഷം പിന്നെ ഏതെങ്കിലുമൊക്കെ സംശയത്തിൽ വന്നു പോകുന്നു. കൂട്ടുകെട്ട് ബാധിക്കുന്നു. ഈശ്വരീയ സംഘം തുടർന്നുകൊണ്ടേയിരുന്നാൽ അക്കരെ എത്തും. സംഘം ഉപേക്ഷിച്ചുവെങ്കിൽ വിഷയസാഗരത്തിൽ മുങ്ങിപ്പോകും. ഒരു ഭാഗത്താണ് ക്ഷീരസാഗരം, മറുഭാഗത്താണ് വിഷയസാഗരം. ജ്ഞാന അമൃതം എന്നും പറയുന്നു. ബാബ ജ്ഞാനസാഗരമാണ്. ആ ഒന്നിൻ്റെ മഹിമയുമുണ്ട്. ആ ഒന്നിൻ്റെ മഹിമ എന്താണോ അത് ലക്ഷ്മി നാരായണന് നൽകാൻ സാധിക്കില്ല. ബാബ പവിത്രതയുടെ സാഗരമാണ്. ആ ദേവതമാർ സത്യത്രേതായുഗങ്ങളിൽ പവിത്രമാണ് എങ്കിലും സദാകാലത്തേക്ക് നിലനിൽക്കുന്നില്ല. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം വീഴുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. സദ്ഗതി ദാതാവ് ഞാൻ ഒരാളാണ്. നിങ്ങൾ സദ്ഗതിയിൽ പോകുന്നു. പിന്നെ ഈ കാര്യങ്ങളെ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. നിങ്ങളും ശിവ് ബാബയിൽ നിന്നും പഠിച്ച് ടീച്ചറായിരിക്കുന്നു. മുഖ്യ പ്രിൻസിപ്പൽ ആ ഒന്നാണ്. നിങ്ങൾ വരുന്നതും ആ ഒന്നിൻ്റെ അടുക്കലാണ്. പറയുന്നു, നമ്മൾ ശിവ് ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആ ഒന്ന് നിരാകാരനാണ്. ആ ഒന്ന് വരുന്നു ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. അതിനാൽ പറയുന്നു, ബാബ് ദാദയുടെ അടുക്കൽ പോകുന്നു എന്ന്. ഈ ബാബ ആ ഒന്നിൻ്റെ രഥം ആ ഒന്നിൽ സവാരി ചെയ്യുന്നു. അതിനെ രഥം, കുതിര, അശ്വം എന്നും പറയുന്നു. ഇതിനെക്കുറിച്ചും ഒരു കഥയുണ്ട്. ദക്ഷ പ്രജാപിത യജ്ഞം രചിച്ചതായി കഥ എഴുതിയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ശിവഭഗവാനുവാച, ഞാൻ വരുന്നത് ഭാരതത്തിൽ അതിധർമ്മഗ്ലാനി ഉണ്ടാകുമ്പോഴാണ്. ഗീതാവാദികൾ പറയുന്നു യഥാ യഥാഹി എന്ന്. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളുടെ വളരെ ചെറിയ വൃക്ഷമാണ്. ഇതിന് കൊടുങ്കാറ്റും ഏൽക്കുന്നു. പുതിയ വൃക്ഷമാണല്ലോ. പിന്നെ ഇത് ഫൗണ്ടേഷനുമാണ്. ഇത്ര അനേകം ധർമ്മങ്ങളുടെ ഇടയിൽ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സാപ്ലിംഗ് നടുകയാണ്. എത്ര പ്രയത്നമുണ്ട്. മറ്റുള്ളവർക്ക് പ്രയത്നമുണ്ടാകുന്നില്ല. അവർ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ആരാണോ സത്യത്രേതായുഗങ്ങളിൽ വരേണ്ടവർ അവരുടെ ആത്മാക്കളിരുന്ന് പഠിക്കുന്നു. ആരാണോ പതീതം അവരെ പാവന ദേവതയാക്കുന്നതിനായി ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നു. ഗീതയാണെങ്കിൽ ഇദ്ദേഹവും വളരെയധികം പഠിച്ചിരുന്നു. ഇപ്പോൾ ആത്മാക്കളെ ഓർമ്മിച്ച് ദൃഷ്ടി നൽകപ്പെടുന്നു. അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. ഭക്തിമാർഗത്തിൽ പിന്നെ ഗീതയുടെ മുന്നിൽ ജലം വെച്ച് ഇരുന്ന് പഠിക്കുന്നു. പിതൃക്കളുടെ ഉദാഹരണമുണ്ടാകും എന്നും വിചാരിക്കുന്നു. അതിനാൽ പിതൃക്കളെ ഓർമ്മിക്കുന്നു. ഭക്തിയിൽ ഗീതയ്ക്ക് വളരെയധികം മാന്യത വച്ചിരുന്നു. ബാബ ഏതെങ്കിലും നിസ്സാര ഭക്തനായിരുന്നോ? രാമായണവും മറ്റും എല്ലാം പഠിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. അതെല്ലാം പാസ്റ്റായി. ഇപ്പോൾ ബാബ പറയുന്നു, കഴിഞ്ഞതിനെ ചിന്തിക്കാതിരിക്കൂ. ബുദ്ധിയിൽ നിന്നും എല്ലാം നീക്കം ചെയ്യൂ. ബാബ സ്ഥാപനയുടെയും വിനാശത്തിൻ്റെയും രാജധാനിയുടെയും സാക്ഷാത്കാരം നൽകി. അപ്പോൾ അത് ഉറച്ചു. ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. ഇത് അറിയില്ലായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇതെല്ലാം സംഭവിക്കും. കാലതാമസമില്ല. ഞാൻ പോയി ഇന്ന രാജാവാകും. ബാബ എന്തെല്ലാമാണ് വിചാരിച്ചിരുന്നത് എന്നതറിയില്ല.
കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട് ബാബയുടെ പ്രവേശനം എങ്ങനെ ഉണ്ടായി. ഈ കാര്യങ്ങൾ മനുഷ്യർ അറിയുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ്റെ പേര് പറയുന്നു. എന്നാൽ ഈ 3 പേരിൽ ആരിലാണ് ഭഗവാൻ പ്രവേശിക്കുന്നത്? അർത്ഥം അറിയുന്നില്ല. അവർ വിഷ്ണുവിൻ്റെ പേര് പറയുന്നു. ഇപ്പോൾ അതാണെങ്കിൽ ദേവതയാണ്. അതെങ്ങനെ പഠിപ്പിക്കും? ബാബ സ്വയം പറഞ്ഞു തരുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, അതിനാൽ ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് കാണിച്ചിരിക്കുന്നു. അത് പാലന, മറ്റത് വിനാശം. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാൻ വാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ആ ഭഗവാൻ എപ്പോൾ വന്നാണ് രാജയോഗം പഠിപ്പിച്ചത്, രാജപദം നേടിത്തന്നത്? ഇത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. 84 ജന്മങ്ങളുടെ രഹസ്യവും മനസ്സിലാക്കിച്ചു തന്നു. പൂജ്യനും പൂജാരിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. വിശ്വത്തിൽ ശാന്തിയുടെ രാജ്യം ഈ ലക്ഷ്മി നാരായണൻ്റേതായിരുന്നല്ലോ. അത് മുഴുവൻ ലോകവും ആഗ്രഹിക്കുന്നു. എപ്പോഴാണോ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ ആ സമയത്ത് എല്ലാവരും ശാന്തിധാമത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രീമത്തിലൂടെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം തവണ ചെയ്തുകൊണ്ടും ഇരിക്കും. ഇതും അറിയുന്നുണ്ട്. കോടിയിൽ ചിലരേ വരികയുള്ളൂ. ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർക്ക് തന്നെയാണ് ടച്ച് ആകുന്നത്. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. ആര് ഈ കുലത്തിലേതായിരിക്കുമോ അവർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏതുപോലെ നിങ്ങൾ വന്നുവോ അതേപോലെ ഇനി പ്രജകളും തയ്യാറായിക്കൊണ്ടിരിക്കും. ആര് നന്നായി പഠിക്കുന്നുവോ അവർ നല്ല പദവി നേടുന്നു. മുഖ്യമായതാണ് ജ്ഞാനവും യോഗവും. യോഗത്തിനും ജ്ഞാനം ആവശ്യമാണ്. പിന്നെ പവർ ഹൗസിനോടൊപ്പം യോഗം വേണം. യോഗത്തിലൂടെ വികർമ്മം വിനാശമാകും. ഹെൽത്തിയും വെൽത്തിയും ആകും. പാസ് വിത്ത് ഓണറും ആകും. ശരി, മധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഏതൊരു കാര്യം കഴിഞ്ഞു പോയോ അതിൻ്റെ ചിന്തനം ചെയ്യരുത്. ഇപ്പോൾ വരെ എന്തെല്ലാം പഠിച്ചോ അത് മറക്കണം. ഒരു ബാബയിൽ നിന്നും കേൾക്കണം. തൻ്റെ ബ്രാഹ്മണ കുലത്തെ സദാ ഓർമ്മ വയ്ക്കണം. പൂർണ്ണ നിശ്ചയബുദ്ധിയായിരിക്കണം. ഒരു കാര്യത്തിലും സംശയം ഉയർത്തരുത്. ഈശ്വരീയ കൂട്ടുകെട്ടും പഠനവും ഒരിക്കലും ഉപേക്ഷിക്കരുത്. വരദാനം. ആത്മീയ പ്രിയതമൻ്റെ ആകർഷണത്തിൽ ആകർഷിതരായി പ്രയത്നത്തിൽ നിന്നും മുക്തമാകുന്ന ആത്മീയ പ്രിയതമയായി ഭവിക്കട്ടെ. പ്രിയതമൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രിയതമമാരെ കണ്ട് സന്തോഷിക്കുന്നു. ആത്മീയ ആകർഷണത്താൽ ആകർഷിതമായി തൻ്റെ സത്യമായ പ്രിയതമനെ തിരിച്ചറിഞ്ഞു, നേടി, യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേർന്നു. എപ്പോഴാണോ ഇങ്ങനെയുള്ള പ്രിയതമമാരായ ആത്മാക്കൾ ഈ സ്നേഹത്തിൻ്റെ രേഖയ്ക്കുള്ളിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ അനേകം പ്രകാരത്തിലുള്ള പ്രയത്നത്തിൽ നിന്നും മുക്തമാകുന്നു. കാരണം ഈ ജ്ഞാനസാഗരത്തിൻ്റെ സ്നേഹത്തിൻ്റെ അലകൾ, ശക്തിയുടെ അലകൾ സദാകാലത്തേക്ക് റിഫ്രഷ് ആക്കുന്നു. ഈ മനോരഞ്ജനത്തിനുള്ള വിശേഷ സ്ഥാനം, കൂടിക്കാഴ്ചയ്ക്കുള്ള സ്ഥാനം പ്രിയതമന്മാരായ താങ്കൾക്ക് വേണ്ടി പ്രിയതമൻ ഉണ്ടാക്കിയതാണ്. സ്ലോഗൻ: ഏകാന്തവാസിയാകുന്നതിനോടൊപ്പം ഏകനാമിയും ഇക്കോണമി ഉള്ളവരും ആകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ്, വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്.
മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ.